ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഉണ്ടല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരാഴ്ചയിലാണ് എൻ്റെ കുട്ടികളുടെ 2 പേരുടെയും ബർത്ത്ഡേ വരുന്നതെന്ന്. അപ്പം ആ ഒരാഴ്ച കുറച്ചൊന്ന് കളർഫുള്ളാക്കാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് പർച്ചേസിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഞാനും ഉണ്ട്, ഷാജാനും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം അവരറിയാതെ 2 ഗിഫ്റ്റ് മേടിക്കണം എന്നുണ്ട്. അത് സർപ്രൈസായിട്ട് ബർത്ത്ഡേയുടെ അന്നേ കൊടുക്കുകയുള്ളൂ കേട്ടോ. എല്ലാ വർഷവും അങ്ങനെ ചെയ്യാറുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് നമ്മൾ വെക്കാറുണ്ട്. അത് അവർക്കൊരു എന്താണ് പറയുക, അവരുടെ കുട്ടികളോടൊക്കെ അവരത് ഷെയർ ചെയ്യുമ്പം അവർക്ക് അവരുടെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അവർക്കതൊരു ഓർമ്മയായിട്ടിരിക്കുമല്ലോ. അവരുടെ പാരൻസ് അവർക്ക് എന്തൊക്കെയാണ് ചെയ്തു തന്നിരുന്നതെന്നുള്ളതല്ല. ഞാനിപ്പോഴും ഓർക്കാറുണ്ട് കേട്ടോ. എൻ്റെ അപ്പച്ചൻ എനിക്ക് കേക്ക് മേടിച്ചുകൊണ്ട് വരുന്നതും ഞങ്ങൾ അടുത്തുള്ള വീട്ടിലൊക്കെ കൊണ്ടുപോയി ചോക്ലേറ്റ് കൊടുക്കുന്നതും ഒക്കെ. അപ്പോൾ അതുപോലെയുള്ള ഒരു മെമ്മറിയൊക്കെ അവർക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതെല്ലാ വർഷവും ചെയ്യുന്ന കാര്യം കേട്ടോ, സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ. അപ്പം ചില വർഷങ്ങൾ അവർ തന്നെ പറയും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അപ്പം പിന്നെ അതായിട്ടങ്ങ് ഞങ്ങൾ മേടിച്ചു കൊടുക്കും. ഒരുപാട് പൈസയുടെ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അവർക്ക് ഓർത്തിരിക്കാൻ ഓർമ്മയിലേക്ക് ഒരു ഇതും കൂടി, അത്രയേ ഉള്ളൂ. ഞങ്ങൾ ലുലുവിലാണ് പോയത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ സ്ഥിരം വാച്ചൊക്കെ മേടിക്കുന്ന ഒരു ഷോപ്പുണ്ട്. അവിടെ പോയിട്ട് അവർക്ക് 2 പേർക്കും ഓരോ വാച്ചാണ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. മോൾക്ക് മൈക്കിൾ കോസിൻ്റെ ഒരു വാച്ചും മോന് അമ്മാനിയുടെ ഒരു വാച്ചുമാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് കേട്ടോ. എനിക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടിയൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അതിനോടും കൂടി വേണ്ടിയിട്ട് ആണ് നമ്മൾ ലുലുവിൽ പോയത്. പിന്നെ ഈ പറഞ്ഞതുപോലെ അവൾ എന്തൊക്കെയോ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ മോൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബലൂണും കാര്യങ്ങളും ഒക്കെ മേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി പർച്ചേസിങ്ങൊക്കെ ഒരുമിച്ച് അങ്ങ് നടക്കുമല്ലോ ലുലുവിൽ പോവുകയാണെങ്കിൽ. പിന്നെ ഇത് നമ്മൾ സ്ഥിരം മേടിക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. ഇവിടുന്ന് ഞാൻ എൻ്റെ വാച്ചിൻ്റെ ഒരു കളക്ഷനിൽ ഉണ്ട്, കുറച്ച് വാച്ചുകളുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് തന്നെയാണ് മേടിക്കാറ്. മോൾക്ക് ഞാൻ എടുത്ത അതിൻ്റെ ഇതിൽ അവൾക്ക് കണ്ണിയൊക്കെ കുറച്ച് നമ്മൾ അവിടെ നിന്ന് തന്നെ എടുപ്പിച്ചിട്ട് അവളുടെ കൈയുടെ സൈസിനൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ എടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതെല്ലാം ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് നിങ്ങൾ സാവധാനം പാക്ക് ചെയ്ത് അവിടെ വെച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി പർച്ചേസ് ചെയ്യാനായിട്ട്. അവൾക്ക് കുറച്ച് ബലൂണൊക്കെ മേടിച്ച് വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളെന്തോ ഒരു ബ്ലൂ കളർ തീമിലൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അവിടെ കിടന്ന് ബ്ലൂ ബലൂൺ തപ്പുമായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളതൊന്നും കിട്ടില്ല. പിന്നെ ഉണ്ടായിരുന്നത് അത് ബോയ്സിൻ്റെ ആയിരുന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, പ്ലെയിൻ കളർ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ മൾട്ടി കളറും ഒക്കെ എടുത്തിട്ടുണ്ട്, നിനക്ക് യൂസ്ഫുൾ ആവുമോ എന്നുള്ളത് നോക്ക്, ഇല്ലെങ്കിൽ നമുക്ക് ക്രിസ്മസിൻ്റെ ടൈമിൽ അതൊക്കെ വീർപ്പിച്ചിടാം എന്നും പറഞ്ഞു. അവിടുന്ന് പിന്നെ ഞാൻ ഫിഷിൻ്റെയും മീറ്റിൻ്റെയും ഒക്കെ ഒരു സെക്ഷനിലേക്ക് പോയി കേട്ടോ. ഇന്ന് ഏറ്റവും വലിയ രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ വീട്ടിൽ ഒരാൾ കുക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ചെറിയ ഫിഷ് വേണം, പിന്നെ കപ്പ വേണം, അങ്ങനെ കുറേ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഫിഷ് വീട്ടിൽ കൊണ്ടുപോയി കഴുകി പരട്ടി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ട് ചിലൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇവിടുന്ന് പരട്ടിയ ഫിഷായിട്ട് അത് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലുലുന്ന് ഒരു 2 ടൈപ്പ് ഫ്രൈ ചെയ്യാൻ പറ്റുന്ന മാതിരിയുള്ള അരപ്പ് പരട്ടിയ ഫിഷ് മേടിച്ചുകൊണ്ട് പോയി കേട്ടോ. പിന്നെ കുറച്ച് മീറ്റും ആ ഒരു വീക്കിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും ഒക്കെ ലുലുവിൽ പർച്ചേസ് ചെയ്തു. മെയിനായിട്ട് ഞാൻ ലുലുവിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ ഫ്രൂട്ട്സ് ആയിരിക്കും കേട്ടോ. ഫ്രൂട്ട്സ്, പിന്നെ ബീഫ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും, മട്ടൻ, അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ കൂടുതലും ഞാൻ എപ്പോഴും ലുലുന്നായിരിക്കും കേട്ടോ പർച്ചേസ് ചെയ്യുന്നത്. മട്ടനൊക്കെ ഞങ്ങൾ വളരെ റയറായിട്ട് മേടിക്കുന്ന മീറ്റാണ്. കാരണം വേറെ ഒന്നുമല്ല, കാരണം ഞാൻ മട്ടൻ്റെ കറിയൊക്കെ വെക്കൽ വീട്ടിൽ കുറവാണ്. എപ്പോഴും സ്റ്റൂ പോലെയുള്ള കാര്യങ്ങളായിരിക്കും കേട്ടോ കൂടുതലും വെക്കാറുള്ളത്. അപ്പോൾ ഈ ആഴ്ചയിൽ ബർത്ത്ഡേ ഒക്കെ വരുന്ന കാരണം കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അവർക്ക് അപ്പവും സ്റ്റൂവും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള അത്യാവശ്യത്തിനുള്ള മീറ്റ്, പിന്നെ ബാക്കിയുള്ള മീറ്റൊക്കെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് 2 ദിവസം കൂടുമ്പം മേടിക്കുകയും വാഷ് ചെയ്ത് വെക്കുകയൊക്കെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. പിന്നെ പോയി ഞാൻ എൻ്റെ പതിവ് പോലെ കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങൾ ഇതെല്ലാം ബ്രേക്ക്ഫാസ്റ്റിന് മസ്റ്റായിട്ട് വേണ്ട കാര്യമാണ്. അപ്പം ഒരു 1-1.5 ആഴ്ചത്തേക്കുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് വെച്ചു. പിന്നെ അത്യാവശ്യത്തിന് കുറച്ച് ഫ്രോസൺ ഐറ്റംസുകളൊക്കെ മേടിച്ചു. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ
സോസേജോ എന്തോ കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് പ്രോസസ്ഡ് മീറ്റാണ്, അധികം ഹെൽത്തിന് അത്ര നല്ലതല്ല എന്ന് എനിക്ക് ഒത്തിരി കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ എപ്പോഴും വീട്ടിലങ്ങനെ പ്രോസസ്ഡ് മീറ്റൊന്നും കഴിക്കുന്ന ആൾക്കാരല്ല കേട്ടോ. എന്തെങ്കിലും ഇതുപോലെ വിശേഷങ്ങളൊക്കെ വരുമ്പം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. മിക്കപ്പോഴും എഗ്ഗൊക്കെ ആയിരിക്കും നോൺ വെജായിട്ട് രാവിലത്തെ ഒരു ഇതിന് കൂടുതലും ഉണ്ടാവുള്ളൂ. അങ്ങനെ പർച്ചേസിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ലുലുന്ന് ഇറങ്ങി കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ പോയി സാധനങ്ങളെല്ലാം മേടിച്ചു, ഒക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൻ്റെ അകത്തോട്ടൊക്കെ കയറ്റി കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കുക്കിംഗ് വേറൊരാൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ നിൽപ്പുണ്ട് പൊളിക്കും നമ്മൾ ഇന്ന് കണ്ടോണം. അത് എനിക്ക് ഉറങ്ങാൻ പോകാൻ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നിന്നോട് പറയാനുള്ളത്, സാധാരണ നീ ഉണ്ടാക്കുന്നതിനെ കഴിഞ്ഞും ടേസ്റ്റ് കൂടുതലായിരിക്കും ഞാൻ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഈഗോ അടിക്കരുത്, എന്നെ ഉപദ്രവിക്കും കേട്ടല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് കപ്പ വേവിച്ചതും നല്ല പോത്ത് കറി, ബീഫ് കറി, പിന്നെ പള്ളത്തി വറുത്തത്. നീ അടുത്ത് നിന്നിട്ട് പറഞ്ഞു തരണം, ഇതൊക്കെ ഒരു കൈക്കണക്കാ. ഞാൻ പണ്ടും ഒരു കൈക്കണക്കാ. അതിനൊരു ഇത്ര ടീസ്പൂൺ അങ്ങനൊന്നും പറഞ്ഞു തരാൻ എനിക്ക് അറിഞ്ഞൂടാ. കൈ കിട്ടുന്നതൊക്കെ എടുത്തിടുക, അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എന്താ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മള് ഇതിൻ്റെ അകത്ത് ബീഫ് വെക്കാനായിട്ട് ഞാൻ ചെറിയ ഉള്ളി ഒരു 1/2 കപ്പൊക്കെ, വെളുത്തുള്ളി ഒരു 4-5 എണ്ണം, ഒരു പീസ് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കഴുക്. ഇത് കഴുകണം. ഒരു പ്രാവശ്യം മതിയോ? അത് കഴുകി വെച്ചിരിക്കുന്നതാ ഓൾറെഡി. നന്നായിട്ട് വാഷ് ചെയ്യണേ. കഴിക്കട്ടെ, ഇതിൽ കിട്ടാറേ. ഇനി അതിൻ്റെ അകത്തുനിന്ന് കറിവേപ്പില മാറ്റിയിട്ട് ബാക്കി എല്ലാ സാധനം ചോപ്പറിൻ്റെ അകത്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. പിന്നെ ആദ്യം കറിവേപ്പില മാറ്റി വേറെ കഴിക്കാൻ പോരായിരുന്നു. ഇതാണ് നിങ്ങൾ പെണ്ണുങ്ങൾ അല്ല, അത് ഈ കുക്കറിൻ്റെ അകത്ത് കിട്ടും. ഏത് കറിവേപ്പില? അതിന് ഇതാക്കാനുള്ള ഇത് നിങ്ങൾക്കല്ലേ ഇത്രയും പണി, ഞങ്ങൾക്ക് അങ്ങനെ അധികം പണിയൊന്നുമില്ല. ആ പച്ചമുളക് മാറ്റി വെച്ചാൽ അത് കീറി ഇടണ്ട. ഇതെല്ലാം ഒരുമിച്ചിട്ട് കഴുകേണ്ട ആവശ്യം ഉണ്ടല്ലോ. എവിടെയാണ് ഈ കിച്ചണിൽ ചോപ്പർ ഇരിക്കുന്നത്? സാധാരണ ഞാൻ ഇതിനകത്താണ് വെക്കാറ്. എവിടെ? അല്ല കണ്ടുപിടിക്കുക. മോട്ടുപോയില്ലേ വീട്ടിലേക്കുള്ള വഴി കണ്ടുപിടിക്കുക. തോറ്റോ? ഞാൻ എടുത്തരാം. ഓക്കെ. ബ്ലേഡ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് ഓൾറെഡി. അല്ല ഇവിടെ ബീഫ് വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ എപ്പോഴും നമ്മൾ ചെറിയ ഉള്ളിയാണ് ഇടാറ്. സവാള വേണമെങ്കിൽ ഇടാം കേട്ടോ കുഞ്ഞൂസേ. സവാളയ്ക്ക് ഒരു മതിരിപ്പ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ. ഇത് ഞെക്കിയാൽ താഴ്ത്തും. മതി 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 മതി. ചോപ്പ് ചെയ്തു വേണ്ട. അതാ കുക്കറിലേക്ക് നേരിട്ടിടാം നമുക്ക്. ബീഫ് വാരി ഇടണം. ബീഫ് ഇട്ടിട്ട് അതിൻ്റെ ഒപ്പം ഇട്ടോ. കുക്കർ തേരിക്കണം ഇവിടെ. ആ ബീഫ് ഇങ്ങോട്ട് എടുത്ത് വെക്ക്. ഇത് 1.5 കിലോയാണ് കേട്ടോ ബീഫ് ഉള്ളത്. ഇനി ഇതല്ല, ഇതെടുത്തിട്ടുണ്ടേ.
അപ്പോൾ നമ്മൾ ചോപ്പറിൽ അടിച്ച ഇഞ്ചി, മറ്റേ ചെറിയ ഉള്ളി, പിന്നെന്താ വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ, കറിവേപ്പില വേറെ നമ്മൾ സെപ്പറേറ്റ് ഇടും, ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ അതിനകത്തോട്ട് ഇടണം. ഇതൊക്കെ ഒരു കൈക്കണക്കാണ്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ലൈഫിൽ ഞാൻ കുക്ക് ചെയ്യുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ കുക്കിംഗ് ഒക്കെ വലിയ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഉത്സാഹ കമ്മിറ്റിയാണ് ഞാൻ. നമ്മളിവിടെ നിന്ന് തമാശയൊക്കെ പറഞ്ഞ് എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ് സാധാരണ എൻ്റെ വീട്ടിൽ ജോലി. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഞങ്ങൾ ട്രിപ്പിനൊക്കെ പോകുമ്പം ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പ് ഓഫ് കൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ മിമിക്രി സുഹൃത്തുക്കളാണ് എല്ലാവരും ഉള്ളത്. നാദിഷിക്ക, നസീർക്ക, ജാഫർക്ക, റഹ്മാനിക്ക, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഷാജേട്ടൻ, ഒരുപാട് നോബി, കുറേ പേരുണ്ട്. കുറേ പേരുടെ പേര് പറയാൻ വിട്ടുപോയി, സോറി. അപ്പം ഞങ്ങളൊരു 10-15ഓളം പേരുണ്ട് ഞങ്ങൾ. ഞങ്ങൾ ട്രിപ്പിനൊക്കെ പോകുമ്പം ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പിന് പോകുമ്പം ജാഫ്രിക്ക ആയിരിക്കും കൂടുതലും കുക്ക് ചെയ്യുന്നത്. ജാഫ്രിക്കയുടെ കൂടെ കുക്കിങ്ങിന് നിൽക്കാൻ തന്നെ ഭയങ്കര രസമാണ് ജാഫ്രിക്ക കുക്ക് ചെയ്യുന്നത് കാണാൻ. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് എനിക്ക് കുക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായത്. പക്ഷേ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. വീട്ടിലും ഇവളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കൂടെ വന്ന് ഇന്ന് തമാശയൊക്കെ പറഞ്ഞ് ഒക്കെ ഇന്ന് പോവുകയുള്ളൂ. പക്ഷേ ഇന്ന് ഒരാഗ്രഹം. അപ്പോൾ 2 ദിവസം മുമ്പ് പ്ലാൻ ചെയ്തിട്ടാണ് ഇതെല്ലാം മേടിച്ചേക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് വരുമെന്ന് നോക്കാം. ഇനി ഉപ്പിടണ്ടേ? ഉപ്പ് എത്ര വേണം? അതിലേക്ക് ഇട്ടാൽ 1 സ്പൂൺ നിറച്ചിടേ. ഇതല്ല, അല്ല അത്രയും വേണ്ട, ഒന്ന് തട്ടുക. ഇത് മതിയോ? ഓക്കെ, ഉപ്പിടുകയാണ്. നമ്മുടെ കലാപം മണിച്ചേട്ടൻ ഉഗ്രായിട്ട് കുക്ക് ചെയ്യണ്ടോ. മണിച്ചേട്ടൻ കുക്ക് ചെയ്യുമ്പോൾ ഇത് കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യും. വേണോ അങ്ങനെ മിക്സ് ചെയ്യണം? അല്ല വേണ്ട, ഇപ്പം ഇതിനകത്ത് ഇട്ടതല്ലേ. മണിച്ചേട്ടൻ ഇങ്ങനെ വലിയൊരു പാത്രത്തിനകത്ത് ഇതിനകത്തോട്ട് ഇട്ട് മിക്സ് ചെയ്ത് തരാം. ഞങ്ങൾ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ US-ലൊക്കെ പോകുമ്പോൾ മണിച്ചേട്ടൻ മിക്കപ്പോഴും കുക്ക് ചെയ്യും. അപ്പോൾ മണിച്ചേട്ടൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഈ പോത്രശി ഇങ്ങനെ കഴുകി, അല്ല കൈ കൊണ്ട് ഞരണ്ടുന്നത് നല്ലതാണ്. ഞാൻ പിന്നെ ഇങ്ങനെ ഇനി അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യും. നിക്ക് അതിലേക്ക് ബാക്കി സാധനങ്ങളും കൂടി ഇടട്ടെ. കൈ വാഷ് ചെയ്തായിരുന്നു. അതെ, ഇതിലേക്ക് നമ്മൾ മല്ലി 1, 2, 3 ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. 3 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. എല്ലാം 3 സ്പൂണാണോ? നിറച്ചിടണേ. അതിന് 1.5 കിലോ ഉള്ളത് കൊണ്ടാണ്. ഒരു പൊടി മഞ്ഞൾപ്പൊടി. നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് വഴറ്റുന്ന സമയത്ത് ചേർക്കാം കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇനി തൊടണ്ട, ഞാൻ ആക്കിത്തരാം. ഞാൻ അതിലേക്ക് ഇട്ട് തരാം. നമുക്കിത് ഇങ്ങനെ വേണമെങ്കിൽ വറുത്ത് പൊടിച്ച് നമുക്കൊരു ബോക്സിൻ്റെ അകത്താക്കിയിട്ട് വെക്കാം കേട്ടോ. വറുത്ത് പൊടിച്ചിട്ടെന്നല്ല, പൊടി ഇതുപോലെ വറുത്തിട്ട് നമുക്ക് ചൂടാറ്റിയിട്ട് ഒരു ബോക്സിൻ്റെ അകത്താക്കി വെക്കാം. പച്ചയ്ക്കും ചേർക്കാറുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ നേരിട്ട് അതിനകത്തോട്ട് ഇട്ടിട്ടും കറി വയ്ക്കാറുണ്ട്. വറുത്ത് കറി വയ്ക്കുമ്പോൾ കുറച്ചും കൂടി തീ കുറച്ചിടുക, കരിഞ്ഞു പോകരുത്. അതിൻ്റെ പച്ചപ്പ് മാറിയോ അങ്ങനെ അറിയുമോ? അതിൻ്റെ സ്മെല്ല് പോവും. ഇപ്പോൾ ഒരു കുത്ത് സ്മെല്ലില്ലേ, അത് പോവും. അത് പോയിട്ട് നന്നായിട്ട് റോസ്റ്റായ സ്മെല്ല് വരും. പിന്നെ ഇതിങ്ങനെ എടുത്തു നോക്കിയാൽ മതി കുഞ്ഞെ. അപ്പോൾ അത് നല്ലോണം ചൂടായിട്ട് നമുക്കറിയാൻ പറ്റും. ആയോ? ഇല്ല. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ മുമ്പേ കപ്പ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അമ്മച്ചിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കോട്ടയത്തായിരുന്നപ്പം അമ്മച്ചി ഇങ്ങനെ കപ്പ ഇങ്ങനെ മൊത്തം അതിൻ്റെ തൊലി പൊളിച്ചിട്ട് ഒരു 3-4 കഷ്ണമായിട്ട് മുറിച്ചിട്ട് അതാണ് ഇങ്ങനെ വെക്കുന്നത്. അപ്പം ഇവള് പറയുന്നത് തൃശ്ശൂർ നേരെ മൊത്തത്തിലൊരു കപ്പ ഫുൾ തൊലി പൊളിച്ച് കളഞ്ഞിട്ട് അതപ്പോൾ പിടിച്ചിങ്ങനെ എളുപ്പത്തിൽ ഇങ്ങനെ കൊത്താണ്. പിന്നെ കോട്ടയത്തെ പഴയ കാര്യങ്ങളും ചാച്ചനും അമ്മച്ചും ഉണ്ടായിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങളും ചൂടായി ചൂടുണ്ടാവും കേട്ടോ. ഒക്കെ ഇട്ടു കുറച്ച് കഴിഞ്ഞിട്ട് തിന്നു. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും. ഇപ്പോൾ ആണെങ്കിൽ തന്നെ നമ്മൾ ജാഫ്രിക്കയുടെ കാര്യം പറഞ്ഞു, മണിച്ചേട്ടൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അതാണ് ചില കാര്യങ്ങൾ ചെയ്യുമ്പം
നമ്മളൊരുപാട് പുറകോട്ട് പോകാനും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ ഓർക്കാനും ഒക്കെ പറ്റും. അല്ല, പ്രത്യേകിച്ച് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ. അപ്പം നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തു. കുക്കറിലോട്ട് വീണ്ടും എടുത്ത് മുറച്ചു. അതിൻ്റെ മിക്സിങ് അരപ്പെല്ലാം ഇങ്ങനെ എടുത്തിടാം. നമ്മൾ അടച്ചിട്ട് നല്ലോണം വേവാനായിട്ട് വെക്കാം കേട്ടോ. കപ്പ നല്ല കുഴാന്ന് വേണം. വേവുള്ള കപ്പയാണോന്ന് അറിഞ്ഞൂടാ. കോട്ടയം സ്റ്റൈൽ കപ്പ വേവിച്ചതാണ് എൻ്റെ മനസ്സിൽ. ഓക്കെ, നല്ല മഞ്ഞ കളറ്. ലാസ്റ്റ് അതിനകത്തൊരു കറിവേപ്പിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട്, അതാണ് എൻ്റെ മനസ്സിലെ. അതാണ് എൻ്റെ ശ്രമം. പിന്നെയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. ഉപ്പിടണം. ഉപ്പിൻ്റെ കപ്പ നമ്മൾ കുക്കറിലേക്ക് ആക്കി എന്നിട്ട് അതിനാവശ്യമുള്ള ഉപ്പിടണം. ഈ വെള്ളം നമ്മൾ ഊറ്റിക്കളയും. അത് എന്തിനാണെന്നറിയോ? കപ്പ വേവിച്ച വെള്ളം. അതിൻ്റെ കട്ടുണ്ടാവും, അത് പോവാൻ. കട്ടോ? വെള്ളം ഒഴിക്കട്ടെ? ആ കപ്പ അത്ര മതിയായിരിക്കും, നമുക്കൊന്ന് നോക്കാം. അടയ്ക്കട്ടെ? ആഹാ, കുക്കർ അടയ്ക്കാനൊക്കെ അറിയാം. മിടുക്ക. ഇനി ഈ ബീഫും വേവണം, കപ്പയും വേവണം. അത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി. കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ ആള് രക്ഷപ്പെട്ടു. കപ്പ വെന്തോ നോക്കാം കേട്ടോ. ഒരു 2 അടി അടിച്ചിട്ടുള്ളൂ. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല അടിക്കണോ? വേണ്ട, അത് ഉടയും. കറക്റ്റായിട്ട് അട. അത് നമുക്കിനി അതിൻ്റെ വെള്ളം കളഞ്ഞെടുക്കണം. അടച്ചു വെക്കണ്ട, ചുമ്മാ അതങ്ങ് ഇതാക്കി വെച്ചാൽ മതി. ആ, കപ്പയ്ക്ക് അരപ്പ് അല്ലേ? ഇത് ഒരു തേങ്ങയുടെ ഒരു അരമുറി തേങ്ങയുടെ ഇതുണ്ട്. 2 പച്ചമുളക്, 3 വെളുത്തുള്ളി. ഇത് ചെറിയ ഉള്ളി ഒരു 3-6 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ മാറിപ്പോകും. ഓക്കെ, ഇത് നമ്മൾ ഇതിനകത്തോട്ട് ഇടാം. പുറത്തു കളയല്ലേ. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം കേട്ടോ കുഞ്ഞൂസേ. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം. ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് എന്നറിയാം. അല്ല, പല സ്ഥലത്തും പല മാതിരിയാ വെക്കുക. അതെ, എന്നാലും നമ്മൾ കപ്പയും ബീഫും വെക്കുന്നത് വേറെ മാതിരിയാ. അത് അമ്മ വരുമ്പോ അമ്മേനെ കൊണ്ട് വെച്ചിട്ട് അത് ഉഗ്രം ടേസ്റ്റ് ആയിരിക്കും. കപ്പയും എല്ലും കപ്പയും വെക്കുന്നത്. പിന്നെ കറിയായിട്ട് വെക്കുന്നത് തന്നെ വേറെ മാതിരിയൊക്കെ. ഇപ്പൊ ഞാൻ വെക്കുന്നത് ഇങ്ങനെ, അമ്മ വെക്കുന്നത് വേറെ പോലെ. ഇതൊരു കോട്ടയം തൃശ്ശൂർ മിക്സ്ഡ് കപ്പ. ഇത് എന്റെ സ്റ്റൈൽ ബീഫ് കറിയാ. ഇത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീഫാണ്. ഇല്ല, അതിൻ്റെ അകത്ത് വെള്ളം ചേർക്കണ്ട അധികം. കുഴഞ്ഞിരിക്കണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കപ്പ. ഒരുപാട് അരയണ്ട. അപ്പോൾ കപ്പ നമ്മൾ ഇതിനകത്തോട്ട് മാറ്റിയാണ്. കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. 2-3 വിസിൽ അടിച്ചോളം തോന്നുന്നല്ലേ? 2 വിസിൽ കറക്റ്റ്. 2 വിസിൽ അടിച്ചോളൂ. അടിപൊളിയായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കപ്പ വേഗവും നല്ല കപ്പയാണോ? ചിലപ്പോൾ നമ്മൾ ഇവിടെ മേടിക്കുമ്പോൾ പഴയ പോലെ അല്ലല്ലോ എന്നേ. കപ്പ ചിലപ്പോൾ ഭയങ്കര കട്ടിയുള്ള കപ്പ ഉണ്ടാവും. എന്നാലും നല്ല വേവുന്ന കപ്പ ഇട്ട് കപ്പ മാത്രം ഒന്ന് ഉടക്കട്ടെ ആദ്യം. കോറിൽ വീഴരുത് പാത്രത്തിൽ. സ്റ്റീലിൻ്റെ തവി ആയതുകൊണ്ടാണ്. ഇതുകൊണ്ട് വെച്ച് ഉടയ്ക്കാൻ പറ്റുമെന്നുണ്ട്. ഞാൻ അരപ്പ് ചേർത്തിട്ടിട്ടൊന്ന് അടുപ്പയിൽ വെക്കാം.
നിക്ക് അരപ്പ് ചേർത്തിട്ടിട്ടൊന്ന് അടുപ്പേ വെക്കാം. ഇനി ഉപ്പിടണ്ട? വേണ്ട, നമ്മൾ അരപ്പിൽ ഉപ്പ് ചേർത്തില്ലേ. കപ്പയുടെ ഇതിങ്ങനെ നടുക്കിലോട്ടൊന്ന് മാറ്റിയിട്ട് ആ അരപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ആ കറിവേപ്പില ഇട്ടു. നമ്മൾ കുഴക്കാറാകുമ്പോൾ അമ്മച്ചി എന്നെ വിളിക്കാം, ഡാ കുഴച്ചടാന്ന് പറയും. അപ്പം നമ്മളെ മസിൽ കാണിക്കാൻ കിട്ടുന്നൊരു അവസരമല്ലേ, കുഴച്ചാൽ കലക്കും. പോരെ, അത് ഇങ്ങനെ കുഴക്കും. പണ്ടൊക്കെ ഒരു ചെരുവം പോലൊരു പണ്ടിങ്ങനെ മരത്തിന്റെ ഒരു സാധനം ഉണ്ടാവുക, അത് വെച്ചിട്ട് അങ്ങ് ഉടക്കുമ്പോൾ ഒരു ചില സ്ഥലത്ത് ഇത്ര ഉടക്കില്ല. ഞാൻ നമ്മുടെ ഇവിടെയാ ഇങ്ങനെ ഉടക്കി. തല മുട്ടരുത്, ഇതിലേക്ക് വെച്ച് ഉടച്ചോ. അടിപൊളി. ഇതാണ് ഞാൻ സ്വപ്നം കണ്ട കിനാശേരി. സ്വപ്നം കണ്ട കിനാശേരിയായി. ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ള. ആഹാ, ഇതിപ്പോൾ ദേ ഇങ്ങനെ കുഴകുഴാന്ന് കുഴച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് കടുക് പൊട്ടിച്ച് മീൻകറിക്കൊക്കെ താളിക്കില്ലേ, അതുമാതിരി താളിച്ചിട്ട വേറൊരു ടേസ്റ്റാണ്. നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് വരും. അടിപൊളിയായിരിക്കും. അപ്പം ഇങ്ങോട്ടേക്ക് ഒരു ഇനി അത് മിക്സ് ചെയ്തോ. മിക്സ് ചെയ്യണം. എന്നിട്ട് ടേസ്റ്റ് നോക്കെടുത്തിട്ടെ. ഇത് കൂടെ നമ്മൾ ഉണ്ടാക്കുന്ന ബീഫ് കറി നല്ലതാണ്, അല്ലെങ്കിൽ നല്ല മത്തിക്കറി, മത്തി വറുത്തതും ഒക്കെ നല്ലതാണ്. വറുത്തതും മത്തിക്കറി വൻ പൊളിയായിരിക്കും. ആ നല്ല മണം വരുന്നുണ്ട്. അത് ആ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഒരു കുറച്ചെടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. സക്സസ്. ഞാൻ ഉണ്ടാക്കിയ കപ്പ വെച്ചത് സക്സസ്. ഓക്കെ, ഇനി അവിടെ തന്നെ വെച്ചേരാടാ, അടച്ചു വയ്ക്കാം. നമുക്കേ ഇതിൻ്റെ അകത്ത് ഇനി മീൻ വറുത്തെടുക്കാം, പള്ളത്തി വറുക്കാം. നമ്മൾ ഇന്നലെ ലുലുവിൽ പോയപ്പോൾ ഉണ്ടല്ലോ, ഈ പള്ളത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഓൾറെഡി. എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ കുഞ്ഞു മീൻ മേടിക്കണം എന്നുള്ളത്. അതൊരു നമുക്കിവിടെ വൃത്തിയാക്കാനൊക്കെ ഇച്ചിരി വീടുകളിൽ ചെയ്യണ മാതിരി നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്രാവശ്യം പോയപ്പോൾ ഓൾറെഡി ഇത് പരട്ടി വെച്ചത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പള്ളത്തി വറുത്തിട്ട് നല്ല കർമ്മറാന്ന് കഴിച്ച് തിന്നണം. നല്ല ചൂടിന് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വല്ല ഇരുമ്പിൻ്റെ ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഇതേ നല്ല അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടിന് വറുത്തെടുക്കണം. ഇത് വീട്ടിലെ അമ്മയൊക്കെ പണ്ട് ചെയ്തേക്ക് ഞാൻ കണ്ടേക്കുന്നത് ഇതുപോലെ കുറേ മേടിക്കും. എന്നിട്ട് അത് വൃത്തിയാക്കിയിട്ട് മുറത്തിൽ നെറ്റൊക്കെ ഇട്ടിട്ട് വീടിൻ്റെ പുറത്ത് വയ്ക്കും ഉണക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ നല്ലോണം അതിലെ വെള്ളത്തിൻ്റെ ഇതെല്ലാം പോയിട്ട് നന്നായിട്ട് ഉണങ്ങിയിരിക്കും. നമുക്ക് എന്നിട്ട് അതൊരു ചെപ്പിൻ്റെ അകത്തിട്ട് അടച്ചിട്ട് നമുക്ക് വെക്കാം. എന്നിട്ട് അത് വറുത്തിട്ടൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇഷ്ടം നൊസ്റ്റാൾജിയ അടിക്കുന്നു. നൊസ്റ്റാൾജിയ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പഴയ പല കാര്യങ്ങളും ഓർമ്മ വരും. നന്നായി ചൂടായേ, ഞാൻ ഇടാട്ടോ, ഇല്ലെങ്കിൽ കയ്യിലെങ്ങാനും എണ്ണ തെറിച്ചാൽ വറുത്തായിട്ട് ഇത് ഫുള്ള് ഫ്രൈ ചെയ്യണമെന്ന്. കുറച്ച് മതി, കുറച്ച് മതി. രാത്രി വാങ്ങില്ല, അല്ലെങ്കിൽ വെച്ചാലേ നമുക്ക് പെയ്ത്തത്തിന് എടുക്കാൻ ചിലപ്പം ടേസ്റ്റ് മാറും. പരട്ടി വെച്ചിരിക്കുന്ന മീനൊക്കെ നമ്മൾ ഇങ്ങനെ ലുലുന്നോ എവിടുന്നോലൊക്കെ മേടിക്കുകയാണെങ്കിൽ മാക്സിമം പിറ്റേ ദിവസത്തിൻ്റെ ഉള്ളിൽ എടുത്ത് തീർക്കുന്നതാണ് നല്ലത് കേട്ടോ. അത് 2 ദിവസം
അവരതിൻ്റെ പുറത്ത് ഇത് തന്നിട്ടുണ്ടാവും എത്രാം തീയതി വരെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. കണ്ടോ യൂസ് ബൈ 13 എഴുതിയിട്ടുണ്ട് അതിൻ്റെ അകത്ത്. 2 ദിവസമൊക്കെ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ ഉള്ളിൽ അപ്പോൾ നമുക്ക് പകുതി എന്ന് പറഞ്ഞിട്ട് പകുതി വൈകിട്ട് മറക്കാം. കുഞ്ഞു പറയുമായിരുന്നു നമ്മളിങ്ങനെ കുക്ക് ചെയ്യുന്നതായിരിക്കും നമ്മുടെ മക്കൾക്ക് ഇതുപോലെ അവർ പിന്നെ അവരുടെ മക്കൾക്ക് ഒക്കെ ആയിട്ട് കുക്ക് ചെയ്യുമ്പോൾ പറയുന്നത്. ഇപ്പം ഓരോന്ന് ചെയ്യുമ്പോൾ വാവിച്ച് പറയായിരുന്നു അപ്പയ്ക്ക് എപ്പോഴും ഓരോന്ന് പഴയ കാര്യങ്ങളപ്പം പറയുന്നത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാൻ വാവിച്ചോട് പറയുന്നത് വാവിച്ച് നമ്മൾ കണ്ട് വളർന്ന ചില കാര്യങ്ങളുണ്ട്, അത് നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ്. അതിപ്പം എത്ര ടെക്നോളജി വളർന്നു വന്നു AI വന്നു എന്ന് പറഞ്ഞാലും നമുക്കത് നമ്മളിപ്പോൾ ഉള്ള ഫുഡും കഴിക്കുന്നുണ്ട്, ഇപ്പോൾ ഉള്ള പ്രിപ്പറേഷനും ഒക്കെ നമുക്ക് അറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും പഴയത് എപ്പോഴും നമ്മുടെ നൊസ്റ്റുമാണല്ലോ, നമുക്കെപ്പോഴും ആ ഇഷ്ടമുള്ളതാണല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞപ്പം ഇവള് പറയായിരുന്നു എന്നാ പറഞ്ഞ ഇപ്പോഴൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നത് ഫുഡ് ഇപ്പോൾ നമുക്ക് ആവശ്യം ഇപ്പോൾ അതിനൊരു ചെറിയൊരു മെഷീൻ പോലെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോയിലുണ്ടോ ചെറിയൊരു മെഷീൻ പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഓഫീസിലൊക്കെ പോയിട്ട് വരുന്നവരാണെങ്കിൽ നമ്മൾ വരുന്ന കട്ട് ചെയ്ത വെജിറ്റബിൾസ് ഒരു ബോക്സുകളുണ്ട് അതിൻ്റെ അകത്ത്. അതിലേക്ക് ഇപ്പോൾ ആദ്യം എണ്ണ, പൊടി, വെജിറ്റബിൾസ് അരിഞ്ഞത്, എന്താ കുക്ക് ചെയ്യേണ്ടത്, എന്നിട്ട് എന്താണ് കുക്ക് ചെയ്യേണ്ടത്, അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്, അത് ഏത് ബോക്സിലൊക്കെ ഇടണം എന്നുള്ളതെല്ലാം ഉണ്ട്. എന്നിട്ട് അത് അതിൻ്റെ അകത്തോട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പം ഫുഡ് കറി ഉണ്ടാക്കി നമുക്ക് കയ്യിൽ തരും. വേറെ ഒന്നും വേണ്ട. ഇപ്പോൾ ചപ്പാത്തിയുടെയൊക്കെ ഇപ്പോൾ കുറേ നാൾ മുമ്പ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കറി അങ്ങനെ ഉണ്ടാക്കി കിട്ടുന്നുണ്ട്. നമ്മൾ കുക്ക് ചെയ്യാൻ നിൽക്കണ്ടാന്ന്. ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് പോയി ഫ്രഷ് ആവുമോ നമ്മുടെ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാം. നമ്മളുടെ പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും കറി റെഡി ആയിട്ടുണ്ടാവും. അതാണ് ഞാൻ വാവച്ചോട് പറയായിരുന്നു. വാവച്ചി വലുതാകുമ്പോൾ വാവച്ചിക്ക് കുട്ടികളൊക്കെ ആകുമ്പം വാവച്ച് പറയും പണ്ട് അപ്പയും അമ്മയും കൂടെ കിച്ചണിൽ നിന്നിട്ട് ഇങ്ങനെ ഈ പാത്രങ്ങളൊക്കെ വെച്ചിട്ട് വറുത്തെടുക്കുമായിരുന്നടാ, നിങ്ങൾക്കറിയാവോ എന്നൊക്കെ നീ പണ്ട് അന്ന് ചോദിക്കൂടെ, നീ അന്ന് നിനക്ക് മനസ്സിലാവും ഞങ്ങളുടെ ഓർമ്മകളുടെ ഒരു വിലയും അതിൻ്റെ ഒരു മാധുര്യം കേട്ടോ. നമ്മളുടെ ഫസ്റ്റ് ബാച്ച് മീൻ ഇങ്ങനെ എടുത്തു കേട്ടോ. നല്ല കരിമുരാന്നിരിക്കണേ ഇത്. പിന്നെ എൻ്റെ അടുത്ത് ഒരു കമൻറ്റോ 2 കമൻറ്റും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഫിഷ് കട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത് ഒന്ന് കാണിക്കാൻ വെച്ചിരുന്നു. ഞാൻ കട്ട് ചെയ്ത ഫിഷാണ് മേടിക്കാറ് കേട്ടോ. നമുക്ക് ഇവിടെ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഇവിടെയും 2 സ്ഥലത്തും ഉണ്ട് ഫിഷ്. അവർ നമ്മൾ വിളിച്ച് പറഞ്ഞാൽ മതി, അവരേത് ഫിഷാണെങ്കിലും കട്ട് ചെയ്ത് അത് ക്ലീനാക്കി നമുക്ക് കൊടുത്തു വിടും. ബീഫ് വെന്തിട്ടുണ്ടായിരുന്നില്ല, ഞാനത് പിന്നെയും ഓണാക്കി. അപ്പോൾ ഇത് ഇവിടെ കട്ട് ചെയ്ത് ക്ലീനാക്കലൊക്കെ ഭയങ്കര കുറവാണ്. കാരണം അതിൻ്റെ ചതമ്പലെല്ലാം എന്താണ് പറയുക എല്ലായിടത്തേക്കും തെറിക്കും. പക്ഷേ എല്ലാ ഫിഷും കുക്ക് ചെയ്യാറുണ്ട് കേട്ടോ. മണത്തിൻ്റെതൊന്നും നമ്മളങ്ങനെ വലിയ ഇതാക്കാറില്ല. പക്ഷേ കട്ടിങ്ങും ഇത് കുറവാണ്. ഇപ്പോൾ വാഷ് ചെയ്തിട്ടൊക്കെ ഇവിടെ വന്നിട്ട് എടുക്കും, അത്രയേ ഉള്ളൂ. ഫിഷ് വറുത്തിട്ട് ഇതിൽ ഇവിടെ എല്ലാം എണ്ണ തെറിച്ചിട്ടുണ്ട് മൊത്തത്തിൽ. അതെല്ലാം ഞാൻ മാക്സിമം അപ്പം തന്നെ തുടക്കും കേട്ടോ. ഇത് ബാക്കിയുള്ളതാ. നമ്മൾ കുറച്ചേ വറുത്തുള്ളൂ, ഇത്രേ വറുത്തുള്ളൂ. ബാക്കി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം, നാളെ എടുക്കാം. ഫ്രിഡ്ജിന്റെ സൈഡിൽ വെച്ചാൽ മതി. ഫ്രീസറിന്റെ സൈഡല്ല, ഫ്രിഡ്ജിന്റെ സൈഡ്. അപ്പോൾ നമ്മളുടെ കപ്പയായി, മീനായി. ഇനി നമുക്ക് ബീഫ് വെന്തോ നോക്കണം. അത് വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയിട്ട് അത് വരട്ടിയെടുക്കാം കേട്ടോ. പിന്നെ 1-2 വീഡിയോയിൽ എൻ്റെ അടുത്ത് ഞാൻ മീൻ വറക്കാനൊക്കെ എടുത്ത അയണിൻ്റെ പാത്രമുണ്ട്. അത് എവിടെ നിന്നാണ് മേടിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻഡസ് വാലി എന്ന് പറയുന്നൊരു ഇതിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. പക്ഷേ ഇതും അവിടെ നിന്ന് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ മേടിച്ചത്. ഇത് പക്ഷേ അവിടെ അവരുടെ സൈഡിൽ ഇപ്പം ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് നല്ല പാത്രമാണ്. നമുക്ക് ഈ അയണിൻ്റെ പാത്രം ആകുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ചൂടായിട്ട് വേഗം കുക്കായൊക്കെ കിട്ടും കേട്ടോ. പക്ഷെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറച്ച് പാടുണ്ട്. കാരണം നമ്മളത് വാഷ് ചെയ്ത് അടിപൊളിയായിട്ട് അത് എന്താണ് പറയുക എണ്ണയൊക്കെ തടവിയൊക്കെ വെക്കണം നമ്മൾ. ബീഫ് എന്താ ചെയ്യേണ്ടത് പറ. ബീഫ് വെന്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല വേവുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് വെന്തിട്ടുണ്ട്. നമ്മളിതിപ്പോൾ ഓണാക്കി ഇതിലേക്ക് ഇനി എണ്ണ നമുക്ക് അതിലെ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റി. ഞാൻ ഇങ്ങനെ ചെയ്യാറ്. ഇങ്ങനെ ഈ വേവിക്കുന്ന ബീഫ് ഉണ്ടല്ലോ, നമ്മൾ ഇപ്പോൾ ഇതൊരു 1.5 കിലോയുണ്ട്. അത്രയൊന്നും ഇവിടെ ഒരു നേരം കഴിക്കൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ പകുതിയേ എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ ബാക്കി പകുതി നമ്മൾ ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ചൂടാറിയിട്ട് വെക്കണം കേട്ടോ. ചൂടാറിയിട്ട് വെച്ചാൽ
ഒരു 2-3 ദിവസത്തേക്ക് അങ്ങനെ തന്നെ ഇരുന്നോളും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ രാവിലെയൊക്കെ പിള്ളേർക്ക് സ്കൂളിലൊക്കെ ടിഫിനിലേക്കൊക്കെ ആക്കാനായിട്ട് ഓൾറെഡി വെന്തത് ഫ്രിഡ്ജിൻ്റെ അകത്തുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വേഗം വരട്ടി അവർക്ക് കൊടുത്തു വിടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ഞാൻ ഇതിനകത്തോട്ട് ഇടുക. മസിലുള്ള ആളെയൊക്കെ ഞാൻ പ്രതീക്ഷിച്ച്, പക്ഷേ ഞാനെന്ന് പറയാം കപ്പ ഞാനത് എൻ്റെ ടേസ്റ്റിൽ വെച്ചല്ലോ, അപ്പൊ അത് മനോഹരമായിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ബീഫ് നിന്റേതായ ഒരു രീതിയിൽ വെച്ചോ. അതെ അതെ. പിന്നിപ്പം നിനക്കൊരു പിണക്കം വരണ്ട. ഇത് നമ്മള് ചാറ് വേണം കേട്ടോ. ചാറുള്ള ഇതാണോ വേണ്ടത്? പിന്നെ കപ്പയുടെ മുകളിൽ ഒഴിച്ച് കഴിക്കാനുള്ളതല്ലേ, ഒരുപാട് പറ്റിപ്പോരും. അപ്പൊ സോറി ഗൈസ്, ചാറുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സവാള ഇട്ടിട്ട് എണ്ണ ഒഴിച്ച് വഴറ്റിയിട്ട് അതിലേക്ക് ഇടാം. അങ്ങനെയാണെങ്കിൽ എന്നാൽ ഇപ്പൊ ഇതിലേക്ക് മല്ലി മുളകും കുറച്ചും കൂടി ചേർത്തിട്ട് ചാറാക്കും. കപ്പ ഇങ്ങനെ നനഞ്ഞു കിടക്കണം, കപ്പ കുതിരണം. അതെ, കുതിർക്കാം കപ്പേനെ. ഉപ്പ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നേ, ഉപ്പ് കുറവാണ്. അപ്പോൾ ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കണ്ടോ, വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. ബാക്കി എണ്ണയൊന്നും ഒഴിച്ചു കഴിഞ്ഞാൽ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. കണ്ടോ, കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു. ഓക്കെ അല്ലേ? അടിപൊളി അടിപൊളി. ഇതിപ്പോൾ ഉണ്ടല്ലോ, കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. നല്ല നെയ്യുള്ള ബീഫായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഈ എണ്ണ ഇത്രയും കൂടുതലുള്ളത് പോലെ കിടക്കുന്നത്. ഇനി ഇങ്ങനെയല്ലാതെ ബീഫിന് ഗ്രേവി ആക്കി തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു വലിയ സവോളയോ അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം 2 തക്കാളിയും ഒക്കെ നമുക്ക് ഇട്ടിട്ട് അത് മുട്ടയ്ക്കൊക്കെ നമ്മൾ ഗ്രേവി ആക്കില്ലേ, അതുപോലെ ഗ്രേവി ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് വേണമെങ്കിൽ ഈ വേവിച്ച ബീഫ് അങ്ങനെ തന്നെ ഇടാം. ഇതിനകത്ത് ഇനി നമ്മൾ ഒരു സാധനം ഇട്ടിട്ടില്ല, മസാലപ്പൊടി ഇട്ടിട്ടില്ല. ആ മസാലപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിത് അടച്ച് വെക്കാം. അപ്പോൾ എല്ലായിടത്തേക്കും അതിൻ്റെ ഫ്ലേവർ കാര്യങ്ങളെല്ലാം ഇറങ്ങിക്കോളും. പക്ഷേ കപ്പ വേവിച്ചതിനകത്ത് ഇതുപോലെ ഇച്ചിരി ഗ്രേവി ഉള്ള ബീഫ് നെയ്യ് ഉള്ളത് വേണം. നെയ്യ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കപ്പയുടെ കൂടെ കഴിക്കാനൊക്കെ ആയിട്ട്. ഇത് ഞാനിവിടെ ചിക്കൻ കറിക്കും ഇതുപോലെ ബീഫ് കറിക്കും ഒക്കെ വേണ്ടിയിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ മസാല. ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം. അധികം ഐറ്റംസുകളൊന്നും ഉണ്ടാവില്ല ഇതിൽ, ജീരകമായിരിക്കും കൂടുതലും ഉണ്ടാവുക. അപ്പോൾ അതേ ഒരു സ്പൂൺ ഇട്ടിട്ടില്ല, ആ മതി. ഓക്കെ, കപ്പ വേവിച്ചത് പള്ളത്തി വറുത്തത് ഇതും തുറന്ന് ചൂടുണ്ടാവും. ഒപ്പം നമ്മുടെ ഇന്നത്തെ സൂപ്പർ സ്റ്റാർ ഞാൻ ഉണ്ടാക്കിയ കപ്പ വേവിച്ചതും ബീഫ് കറിയും പള്ളത്തി വറുത്തതും കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. കഴിക്കും ഞാൻ കഴിച്ചോളാം. നല്ല ഇത് വറുത്തത് ഞാനാണ്. അതൊന്നും പറയാം, ഇത് വറുത്തത് ഞാനാണ്. എല്ലാം ഞാനാ ചെയ്ത്. തുടക്കത്തിൽ പറഞ്ഞ ആരാണ്, ഞാൻ കുക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഇതെല്ലാം ഞാനാ കുക്ക് ചെയ്യും. ഇങ്ങനുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉദ്യമം വിജയിച്ചിരിക്കുന്നു. അപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. ഈ വീഡിയോൻ്റെ ഒപ്പം തന്നെ ഞാൻ കുട്ടികളുടെ കുറച്ച് ബർത്ത്ഡേയുടെ ഈ വീക്കാണ് വരുന്നത് 2 പേരുടെയും. ഈ വീക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളിത് കാണുമ്പം ചിലപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്ലിപ്പിങ്ങുകളും കൂടി ഇതിൻ്റെ ഒപ്പം ഇടുന്നുണ്ട്. അപ്പോൾ ബൈ.
അങ്ങനെ 13-ാം തീയതി എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. 13-ാം തീയതി 2 ദിവസം കൂടി കഴിഞ്ഞാൽ മോളുടെ ബർത്ത്ഡേ എത്തും. രണ്ടുപേരും 2 ദിവസത്തെ ഗ്യാപ്പിലാണ് ഉള്ളത്. ഇതായിരുന്നു അവൻ്റെ ബർത്ത്ഡേ കേക്ക്. റെഡ് വെൽവെറ്റ് ആയിരുന്നു കേട്ടോ കേക്കെല്ലാം ചെയ്തു തരുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് കേട്ടോ, ടിയ നന്നായിട്ട് കേക്ക് ബേക്ക് ചെയ്യും. പിന്നെ എന്താണ് പറയുക, ടിയയ്ക്ക് ഒരു ഇൻസ്റ്റയിൽ ഇതുണ്ട് കേട്ടോ, നിങ്ങളതൊന്ന് പോയി ചെക്ക് ചെയ്താൽ മതി. ടിയാസ് ട്രീറ്റ് എന്നാണ്. അപ്പോൾ ടിയ ചെയ്തിട്ടുള്ള കേക്കുകളൊക്കെ കാണാം. ഞങ്ങളുടെ എല്ലാവരുടെയും ബർത്ത്ഡേക്ക് ടിയനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കാറ്. വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ടിയ നന്നായിട്ട് കേക്ക് നമ്മൾ പറയുന്ന ഇതിലൊക്കെ ചെയ്തു തരാറുണ്ട് കേട്ടോ. പിന്നെ തീർച്ചയായിട്ടും ടിയയുടെ കേക്ക് നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ അവന് മേടിച്ച് ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല അങ്ങനത്തെ ഒരു ഗിഫ്റ്റ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് പുറത്ത് പോയി. ഈസ്റ്റ് ഇന്ത്യ കഫേ എന്നും പറഞ്ഞിട്ട് ഫോർട്ട് കൊച്ചിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. നമ്മൾ ഗൂഗിളിൽ ഇങ്ങനെ നമ്മൾ വേറൊരു സ്ഥലം തപ്പിയപ്പം ഇതിങ്ങനെ ഒരു സജഷൻ കാണിച്ചതാണ്. പക്ഷേ ആ സ്ഥലം ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ആംബിയൻസും കാര്യങ്ങളും എല്ലാം. എനിക്കധികം വീഡിയോസൊന്നും അവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷേ എന്നാലും നല്ല അടിപൊളി സ്ഥലമായിരുന്നേ. വാവച്ചന് എപ്പോഴും ഈ ഒരു സന്ധ്യാസമയം അവന് ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ ഒരു ഇൻസ്റ്റയൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അവൻ കൂടുതലും ഈ ഒരു ടൈമിലെ ഫോട്ടോസൊക്കെ എപ്പോഴും എടുത്ത് ഷെയർ ചെയ്യുന്നത് കാണാം. അപ്പോൾ അവന് ഒരു ഈവനിങ് സൺസെറ്റ് കാണണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈം നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സൺസെറ്റ് കാറിലിരുന്നാണ് അവൻ കണ്ടതെന്ന് മാത്രം. പക്ഷെ അന്നത്തെ സ്കൈ ഈസ് സോ ബ്യൂട്ടിഫുൾ, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ഭംഗിയായിരുന്നു. അവൻ ഒരുപാട് ഫോട്ടോസ് എടുത്തു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ എടുത്ത ഫോട്ടോയിൽ ഒരെണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഒപ്പം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു ആ റെസ്റ്റോറൻറ്റ്. ഇതിവിടെ ഇവർക്ക് ഇതൊരു ഹോട്ടൽ പോലെയാണ്, ഇത് സ്റ്റേയും കൂടി ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ റൂഫ് ടോപ്പിലായിരുന്നു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് നല്ല ഫോർട്ട് കൊച്ചിയുടെ അതിൻ്റെ അടുത്ത് തന്നെയായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കതെല്ലാം ഫുള്ള് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കപ്പൽ വന്ന് കിടക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു മൊത്തത്തിൽ. ഞങ്ങൾ നേരത്തെ അവിടെ ചെന്നതാണ്. നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ സൺസെറ്റ് കാണണമെന്നും പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ചെന്ന സമയത്തൊന്നും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എക്സ്പെഷ്യലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലോബിയാണ്. ഈ കാണുന്നത് അവരുടെ ലോബിയാണ്. എന്ത് രസമാണെന്നറിയാമോ. എനിക്ക് ഒന്നാമതേ വീട്ടിലെല്ലാം നിറയെ പ്ലാന്റ് ഉള്ളത് ഇഷ്ടമുള്ള ഒരാളാണ്. ഇവരുടെ ലോബി ഫുൾ പ്ലാന്റ്സ് ആയിരുന്നു. പിന്നെ പെയിൻറ്റിങ്സും എനിക്ക് തോന്നുന്നു കൂടുതലും ഫോറിനേഴ്സൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് കാരണം കൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും മോളുടെ ബർത്ത്ഡേ ആയി കേട്ടോ. അവൾക്ക് ഈ ഫ്ലവറൊക്കെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അവൾ അറിയാതെ ഞങ്ങൾ ഫ്ലവർ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അവൾ കോളേജിൽ പോകാനായിട്ട് നിൽക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളത് അവൾക്ക് പ്രസൻറ്റ് ചെയ്തു. ഭയങ്കര ഹാപ്പി ആയിരുന്നു വാവച്ചി. ഇതാണ് അവളുടെ ബർത്ത്ഡേ കേക്ക് ഉണ്ടായിരുന്നത്. ബർത്ത്ഡേ കേക്ക് അവൾക്ക് ഒരു ബ്ലൂ തീമിലാണ് അവൾ ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഏത് കളറാണ് വേണ്ടതെന്നുള്ളത്. പിന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്ലേവറാണ് പ്രളയൻ ആൻഡ് കാരമൽ. അപ്പോൾ ആ ഒരു ഫ്ലേവറിലാണ് കേക്ക് ചെയ്തെടുത്തത് കേട്ടോ. ഇതും ടിയ തന്നെയാണ് ചെയ്തത്. ഞങ്ങൾ കേക്കൊക്കെ അങ്ങനെ അടിപൊളിയായിട്ട് കട്ട് ചെയ്തു. പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് 2 പേരുടെയും ബർത്ത്ഡേക്ക് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാതെ അടിപൊളിയായിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടും പറ്റി കേട്ടോ. കേക്കൊക്കെ ഞങ്ങൾ കഴിച്ചു. എന്നിട്ട് അവൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഗിഫ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തു. അന്നും ഞങ്ങൾ ഡിന്നർ പുറത്തുനിന്നായിരുന്നു കേട്ടോ. ഇവർ തന്നെ സെലക്ട് ചെയ്തൊരു സ്ഥലമായിരുന്നു സ്വർഗം എന്ന് പറയുന്നത്. അവച്ചിയുടെ ഫ്രണ്ട്സൊക്കെ പോയിട്ടുള്ളൊരു സ്ഥലമാണെന്നും പറഞ്ഞിട്ട് നമ്മൾ അവിടെയാണ് പോയത്. അത് ഇതുപോലെ തന്നെ ഒരു കായലിൻ്റെ അടുത്തുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ പോയി നമ്മൾ ചെറുതായിട്ട് ഡിന്നറും കാര്യങ്ങളെല്ലാം കഴിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈവനിങ് ടൈമിൽ നമ്മൾ പോകുന്ന സമയം ആയതുകൊണ്ട് നമുക്കങ്ങനെ അധികം വിശപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അധികം ഫുഡ് കാര്യങ്ങളൊന്നും നമ്മൾ കഴിച്ചില്ല. ജസ്റ്റ് സ്നാക്സ് കാര്യങ്ങളെല്ലാം നമ്മൾ കഴിച്ചിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയാനായിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. താങ്ക് യു.